എടാ നമ്മുടെ പാറു ഡേറ്റ് എഴുതിയിട്ടില്ല. ഡേറ്റിന് പകരം ടുഡേ എന്ന് എഴുതിയിരിക്കുന്നേ. അവന്റെ ലക്ഷ്യം ഇന്ന് പൂർത്തിയാക്കുന്ന അർത്ഥം. എടാ പാറുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാ അവൻ നമ്മുടെ ഗാർമെന്റ്സിലേക്ക് ജോലിക്ക് വന്നത്. വന്ന ഉടനെ പാറുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള ശ്രമവും തുടങ്ങി. കൈലാഷ് സാറിനോട് പറഞ്ഞ് ട്രോളി വരുത്തി കൊടുത്തതും രേവതിയുടെ കല്യാണത്തിന് പോകാൻ ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തതെല്ലാം അതിനു വേണ്ടിയാ. പാറുവിന് കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്ക് അവനൊരു പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്ന് പാറുവിനെ വിശ്വസിപ്പിക്കാൻ അവന് കഴിഞ്ഞു. അതവന്റെ വിജയം തന്നെയാ. പാറുവും ഗന്ധർവനും തമ്മിലുള്ള ബന്ധം അവനെങ്ങനെ അറിഞ്ഞു? അതെനിക്കറിയില്ല. പക്ഷേ അവനാണ് ഗന്ധർവനെന്ന് പാറുവിനെ വിശ്വസിപ്പിക്കാൻ അവൻ ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഗന്ധർവൻ വെള്ള ഷർട്ടിട്ടുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് പാർവതിക്കൊരു ലെറ്റർ വന്നത് ജയന്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വെള്ള ഷർട്ട് ഇട്ടിട്ട് നന്ദൻ ഗാർമെന്റ്സിൽ വന്നത്. അന്ന് ഞാനും കൈലാഷ് സാറും വെള്ള ഷർട്ട് ഇട്ടിട്ടാ കമ്പനി പോയത്. അതുകൊണ്ട് അന്ന് അവന്റെ ആ പ്ലാൻ വിജയിച്ചില്ല. പക്ഷേ വളരെ കണ്ണിങ്ങായി അവൻ പാർവതിയെ വലയിലാക്കി. അവൻ ഇവിടുന്ന് പോയെങ്കിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് എന്റെ മോളുടെ അനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം. പാറു ഇനി അവന്റെ വലയിൽ നിന്ന് പുറത്തു പോയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും അവൻ ജോലി ഉപേക്ഷിച്ചു പോയത്. നന്ദനെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ കണ്ട കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പാറു ഇപ്പോ അപകടത്തിന്റെ നിഴലില്ല. ഉദ്ദേശിച്ച കാര്യം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുക അവൻ. പാറു ഹോസ്റ്റലിലുണ്ടാവും. എന്തു വന്നാലും അവൾ ഇന്ന് ഹോസ്റ്റൽ വിട്ട് പുറത്തു പോകാൻ പാടില്ല. അത് പറയാൻ ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കില്ല. ഐഷയെ വിളിച്ച് പറയാം. ആരാടി? നമ്മളെപ്പോലെ പാറുവിനെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ട വേറൊരാള്. ആര്? പ്രിയനോ? അല്ലാതെ പിന്നെ വേറെ ആരാ? ഐഷ ഫോൺ എടുക്കുന്നില്ലല്ലോ. നീ എടുക്ക, എന്നിട്ട് സ്പീക്കറിലിട്. ഹലോ പ്രിയൻ. ഐഷ ഇപ്പൊ എവിടെയാ? ഹോസ്റ്റലിലുണ്ട്. ഞാനെവിടെ പോവാനാ? പാറു കൂടെ ഇല്ലേ? എന്തിനാ പ്രിയ അവളെ ഓർത്ത് വീണ്ടും വീണ്ടും ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. പ്രിയന് തന്നെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. പാറ നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല, അവൾക്കിപ്പോ ഞങ്ങളോട് പഴയ അടുപ്പമൊന്നുമില്ല. അവള് റൂമിലാ, ഞാനും മീരയും കോറിഡോറിലാ. ആരും അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത് പാറുവിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ നമ്മൾ ഇടപെട്ടേ പറ്റൂ ഐഷ. അവൾ എന്ത് പറഞ്ഞാലും അവളുടെ കാര്യത്തിൽ ഇന്ന് നമ്മൾ ഇടപെടണം. നിങ്ങൾ വേഗം അവളുടെ അടുത്ത് ചെല്ല്. അവൾ ഇന്ന് ഹോസ്റ്റലിൽ വിട്ട് എവിടെയും പോകാൻ പാടില്ല. എന്താ പ്രിയൻ? ഡ്യൂപ്ലിക്കേറ്റ് ഗന്ധർവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആരാ? ആരാവൻ? ഞങ്ങളുടെ കമ്പനിയില് പുതിയൊരു സൂപ്പർവൈസർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്ദൻ. അവനാ ഡ്യൂപ്ലിക്കേറ്റ് ഗന്ധർവൻ. നന്ദന്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. പാറുവിന്റെ ഫോട്ടോ അവൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ടുഡേ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നവൻ അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്ന അതിന്റെ അർത്ഥം. അവന്റെ പ്ലാൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവൾക്ക് ഇന്ന് അപകടം സംഭവിക്കുന്ന മാത്രമേ എനിക്കറിയൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാറു ഇന്ന് ഹോസ്റ്റലിൽ വിട്ട് പുറത്തു പോകാൻ പാടില്ല. പോവാൻ നിങ്ങൾ സമ്മതിക്കരുത്. അവനെ എവിടെയാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. അതുവരെ പാറുവിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. അവൾ എന്ത് പറഞ്ഞാലും വഴക്കിട്ടാലും ഇനി തല്ലിയാ പോലും ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ അതൊക്കെ സഹിക്കണം. നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങൾ രക്ഷിക്കണം. പ്രിയൻ, ഞാൻ മീരയാ. പ്രിയൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഈ കാര്യം ഞങ്ങൾ അവളോട് പോയി പറഞ്ഞ അവള് വിശ്വസിക്കണമെന്നില്ല. ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. പ്രിയൻ അവിടെ കണ്ടതെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്ക്. അപ്പോഴേ അവള് വിശ്വസിക്കൂ. ശരി, എന്നാ വേഗം ചെല്ല. ശരി. പാറു, 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 ഇവളിത് എവിടെ പോയി? കുളിക്കാൻ കയറിയിട്ടുണ്ടാവും. കോമൺ ബാത്റൂമിൽ പോയി നോക്കാം.
ഞാൻ കുളിക്കാൻ കയറുന്നതിന് മുമ്പേ അവളുടെ കുളി കഴിഞ്ഞതാ. ശ്ശോ, പിന്നെ അവളിത് എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. ആ, നീ അവളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ. ആ. അയ്യോ, അവളുടെ ഫോൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മീര, എന്താ? അവളുടെ ഫോൺ ഇവിടെ തന്നെ ഉണ്ട്. ശ്ശോ, അവളുടെ സൈക്കിൾ ഇവിടെ തന്നെയുണ്ട്. പ്രിയൻ, പാറുവിന്റെ സൈക്കിളും ഫോണും ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അവളെ ഇവിടെ കാണുന്നില്ല. എല്ലായിടത്തും നോക്ക്. ക്യാൻറ്റീനിലും ഭൂമിക മാഡത്തിന്റെ ഓഫീസിലും കിച്ചണിലും ഒക്കെ ചെന്ന് നോക്ക്. എന്താടാ, എന്താ അവര് പറയുന്നത്? എടാ, പാറുവിന്റെ സൈക്കിളും ഫോണും ഒക്കെ ഹോസ്റ്റലിലുണ്ട്.